വീട്ടിൽ മഷ്റൂം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത മഷ്റൂം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂമിനകത്തു നിന്നും കൂടെ വെള്ളം ഇറങ്ങുമല്ലോ. ഒരു 5-6 മിനിറ്റ് ടൈം എടുത്തു ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. എല്ലാം വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലിനകത്തിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ടൈമിൽ നമുക്ക് തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായിട്ടത് ഒന്ന് കുറുകി വരണം. ആ ടൈമിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പം, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.